ഓം നമോ ഭഗവതേ വാസുദേവായ. മണ്ണൂർ നഗരിപ്പുറം പേരടിക്കുന്ന് കൂത്രാലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 1199 കുംഭം 5 മുതൽ 12 വരെ നടക്കുന്നു. 2024 ഫെബ്രുവരി 18 മുതൽ 25 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ 1-ാം ഭാഗം ഭക്തർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. സപ്താഹവേദിയിൽ യജ്ഞാചാര്യൻ ഭാഗവത ഗായക ശിരോമണി ശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയാണ്. സപ്താഹ പരിപാടികൾ ഭക്തിയോടുകൂടി കാണുക. ഹരി ഓം. അല്ലേ, ആധ്യാത്മികമായിരിക്കുന്ന ചിന്തകൾ ഓരോ കുടുംബത്തിലും എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കലായിട്ടും, അല്ലെ, കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഭക്തി ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കലായിട്ടും, അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരായാലും നാമം ജപിപ്പിക്കുക. അത് മതി. നാമം ജപിപ്പിച്ചാൽ മതി. ഇനി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല വെച്ചാൽ നാമം ജപിപ്പിക്കുക. ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുക്കുക. എന്തായിക്കോട്ടെ, ഭക്തി എങ്ങനെ വെച്ചായിക്കോട്ടെ, എന്തായാലും ഭക്തി എന്ന് കേൾക്കുമെങ്കിലും ചെയ്യൂലോ, അല്ലെ? ഭക്തി എന്നുള്ള പേരെങ്കിലും കേൾക്കില്ലേ? ഇതിപ്പോ എങ്ങനെയാ? എനിക്കും എന്റെ കുട്ടികൾക്കും ഭക്തി ഉണ്ടാവരുത് എന്നാ ചില ജന്തുക്കള്. പിന്നെ ഈ അച്ഛനും അമ്മയും കുട്ടികളുടെ തല്ലോടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അച്ഛനും അമ്മയും എന്താ പറഞ്ഞു കൊടുക്കണത്? ഭക്തി വേണ്ട, അമ്പലത്തിൽ പോണ്ട, ഈശ്വരോപാസന വേണ്ട, തോന്നിവാസങ്ങൾ വേണ്ട, അത് പറഞ്ഞു കൊടുക്കണ്ടോ? അതില്ല. മയക്കുമരുന്നും മദ്യവും എന്ത് വേണമെങ്കിൽ അതൊക്കെ പുരോഗതിയായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരിലും ഉണ്ടാകുന്ന ഈ അപചയങ്ങളാണ് അതിപ്പോ എന്നിലും നമ്മളിലൊക്കെ ഉണ്ടത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് പോലും പലപ്പോഴും അനുകൂലമായിട്ട് പ്രതികരിക്കാതിരിക്കുന്നത് പോലും എന്താണ്, അല്ലെ? ഇതിനൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നത് തുല്യമാണ് അതിനെ പ്രതികരിക്കാതിരിക്കൽ പോലും. ഇത് വിതുര മൈത്രേയ സംവാദത്തിൽ മൈത്രേയ മഹർഷി വിതുരനോട് പറയുന്നതാണ്, ഈശ്വരനെ യഥാർത്ഥത്തിലും കാണാറായ ഒരാൾക്ക് ഇവിടെ എന്തില്ല ഭേദബുദ്ധികളോ അജ്ഞാനമോ ഭയമോ ദുഃഖമോ ഇതൊന്നുമില്ല. കാരണം യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ. അപ്പൊ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോ അത് ഭഗവാനിലേക്കാണ്. നമ്മളൊരാൾക്ക് നന്മ ചെയ്യുമ്പോ അത് ഭഗവാനിലേക്കാണ്, അല്ലെ? നമ്മളൊരാളെ കൂടെ ചേർക്കുന്ന സമയത്ത് ഈശ്വരൻ തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്നതും മറ്റൊരാളിലിരിക്കുന്നതും അതേ ഈശ്വര ചൈതന്യമാണ്. ആ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും സവിശേഷമായുള്ള ബോധത്തെ ചെറിയ കുട്ടികളടക്കമുള്ള അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകിയാലേ കുറച്ചെങ്കിലും നാടിന് നന്മയുണ്ടാവുമെന്ന് ചിന്തിക്കേണ്ടതുള്ളൂ. കാരണം വീട്ടിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന കുട്ടികളെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും മൊബൈലിന്റെയും, അല്ലെ, ആധുനികത പുരോഗതി എന്നൊക്കെ കാപട്യമായിട്ട് പറയുന്ന, ഇനി ആധുനികം എന്നൊക്കെ പറയുന്നത് തികച്ചും കാപട്യമാണ് എന്ന് നമുക്ക് മുമ്പിൽ കാണാം. കാരണം ആധുനികം പുരോഗമനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും മറ്റു രാജ്യങ്ങളിലൊക്കെ കാണുന്ന പുരോഗതികൾ, അല്ലേ? എല്ലാവരും ഒന്നായി, എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും ചേർന്ന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുരോഗതിയും ഇവിടെ എല്ലാവരെയും നശിപ്പിക്കുന്ന പുരോഗതിയും രണ്ടും നമുക്ക് കാണാം. അപ്പോൾ പരസ്പരം നശിപ്പിക്കുന്നതല്ല, പരസ്പരം, അല്ലെ, ദുഷ്ടത പ്രവർത്തിക്കുന്നതല്ല പുരോഗതി എന്നെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. അത് മത്സരിക്കരുത്, അല്ലെ? ഒപ്പമുള്ളവരെ കൂടി കൂടെ കൂട്ടാണ് വേണ്ടത്. അല്ല തന്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ച് നശിപ്പിച്ച് ഞാൻ മാത്രം മുന്നേറുക, അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ആരുടെ ഉള്ളിൽ ഉണ്ടാക്കരുത്, കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാക്കരുത്. കുട്ടികളെ നമ്മൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കേണ്ടത് സ്നേഹവും ഐക്യവുമാണ്. എല്ലാവരുമായിട്ട് സൗഹൃദം ഉണ്ടാകണം, അല്ലെ? ജാതി മതഭേദങ്ങളൊന്നും കൂടാതെയുള്ള സൗഹൃദം ഉണ്ടാവുക. മറ്റതൊക്കെ ഉപാസനകൾക്ക് ഭേദമനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്ന് സ്വീകരിക്കുക, അതൊന്നും വിഷയമില്ല. പക്ഷെ സൗഹൃദം അങ്ങനെയാണോ? അല്ല. ഹൃദയം സമാനമായിട്ട് തീരുക. ആ സമാനമായിരിക്കുന്ന ഹൃദയമാണ് ഓരോ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ ഒന്നിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ ഇന്ന് എന്തുകൊണ്ടാണ് പലപ്പോഴും ഐക്യമില്ലാത്തത്? ഹൃദയം സമാനമാവുന്നില്ല. ഓരോരുത്തരും ഓരോ ഹൃദയം വെച്ച്, ഓരോ വാട്സപ്പും വെച്ച് ഓരോ മൂലക്കിരിക്കുക. എന്താണ്? അച്ഛനും അമ്മയും 2 മക്കളുണ്ടെങ്കിൽ 4 ആള് 4 മൂലക്കില്, ഓരോ മണ്ടയും ഓരോ ഹൃദയവും ഓരോ മനസ്സും ഓരോ ബുദ്ധിയും ഓരോ മൊബൈലും വെച്ചിരിക്കുക. ഓരോ മൊബൈലല്ല, ഈ 2 അതന്നെ തലയ്ക്ക് വിടവില്ലാണ്ടാക്കുന്ന സാധനം. കാരണം 2 മൊബൈൽ വെച്ചാൽ 2 തരത്തിലാക്കാണ്. അപ്പൊ തന്നെ മണ്ട
വിപരീതമായിട്ട് തീരും. ഒരു മൊബൈലിൽ വെച്ച് അത് നോക്കിയാൽ മതി. മാറി 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 പല വിഷയങ്ങളും കണ്ട്, എന്നാൽ പരസ്പരം കുടുംബാംഗങ്ങൾ പോലും കണ്ടുമുട്ടാത്ത അവസ്ഥയിലേക്ക്, കണ്ടുമുട്ടി അടിയാ പാടും പരിചയമെടുത്തു തോന്നും. അവിടെ ഗാന്ധി അതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. അപ്പൊ അങ്ങനെ ഭാര്യയും ഭർത്താവും കുട്ടിയോടും തമ്മിലാണ് കുടുംബങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടാകുന്ന ഓരോ അവസ്ഥകൾ നമുക്ക് കാണാം. കഷ്ടിച്ച് ഭേദം ഗ്രാമങ്ങളിലാണല്ലോ. അപ്പൊ നമ്മളൊപ്പം പഠിക്കുന്നില്ലേ, എന്തുകൊണ്ടാ കഷ്ടിച്ച് ഭേദമുള്ളത് എവിടെ വെച്ചാൽ ഗ്രാമങ്ങളില. നരകങ്ങളുടെ അവസ്ഥ പറയാനില്ല. നരകങ്ങളിലല്ല ആ നഗരങ്ങളിൽ രണ്ടും തന്നെ വലിയ വ്യത്യാസമില്ല. കാരണം തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരാള് മരിച്ച് മാസങ്ങളായിട്ട് പോലും അറിഞ്ഞിട്ടില്ല. മരിച്ച് 2 മാസം കഴിഞ്ഞ് നാറിയിട്ടാ നോക്കണത്. അപ്പഴാ ഇവിടെ മരിച്ചു, ആരാണ് ഇയാളും അയാളും നമ്മൾ എന്ത് നോക്കുന്നത്. ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കണ്ടില്ല വെച്ചാൽ പിറ്റേ ദിവസം ചോദിക്കും അയാളെ കാണാനില്ലല്ലോ. മറ്റതോ ആര് ചോദിക്കാൻ, എവിടെ കിടന്ന് ചെയ്യുകയാണെങ്കിൽ ചേർത്ത് ആര് ചോദിക്കും. അതെല്ലാം ഒരു ബന്ധമില്ല. മനുഷ്യനാണെന്ന് പോലും തോന്നില്ല. മൃഗങ്ങൾക്ക് പോലും ഉണ്ട്. ഇപ്പൊ ഇവിടെ കിടന്ന ഒരു മൃഗം ചത്തു കഴിഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളെങ്കിലും ഓടി വരും. മനുഷ്യനോ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. ഞാനാണ് അയാളെ കിടക്കുന്നത് ആദ്യം കണ്ടത്, ഞാൻ പോസ്റ്റ് ചെയ്തു, എന്റെ കാലം കഴിഞ്ഞു. അപ്പൊ മനുഷ്യനോ മൃഗമോ ഭേദമെന്ന് സംശയവും. മൃഗങ്ങൾ തന്നെയാവൂല്ലേ? അങ്ങനെ ആവരുന്നല്ലോ. കാരണം നമ്മുടെ മനുഷ്യമായിട്ടുള്ള ആധ്യാത്മിക മൂല്യങ്ങളെ ഉറപ്പിക്കുമ്പോഴാണ് ഉണ്ടാവുക. എല്ലാവരിലും ആത്മസ്വരൂപത്തെ കാണുക, ഇത് ഉറപ്പിക്കണം. ഇത് വീണ്ടും 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 എന്തിനാ പറയണത്? ഒരു വ്യത്യാസവും ഇല്ലാത്തത് ആ ജീവചൈതന്യത്തിലാണ്. അത് ഉറപ്പിക്കുക. ശരീരമൊക്കെ വ്യത്യാസം ഉണ്ടാവും. കറുത്തും വെളുത്തും തടിച്ചും വെളിഞ്ഞും നീണ്ടും കുറിയതും ഒക്കെ ഇങ്ങനെ ഏത് രീതിയിലാണ് ഉണ്ടാവാം. ധനത്തിലും വ്യത്യാസം ഉണ്ടാവും, ജീവിത രീതിയിലും വ്യത്യാസം ഉണ്ടാവും, സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ജീവനിൽ വല്ല വ്യത്യാസം ഉണ്ടോ? അതുകൊണ്ടാണ് ആ ജീവന്റെ തലത്തിൽ വേണം ഒന്നായിട്ട് തീരാൻ. അവിടെയാണ് സമം. നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലുമുള്ള ആ ചൈതന്യത്തിന്റെ ആ മഹത്വത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അതാണ് ആധ്യാത്മികതയെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അവിടെ ആ സമബുദ്ധിയും ഐക്യവും പരസ്പരമുള്ളതായിട്ടുള്ള സ്നേഹവും. മൈത്രേയ മഹർഷി അതിനെ പറ്റി പറയുമ്പോഴാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത് സത്വരജ സമഭാവങ്ങളോടുകൂടിയാണെങ്കിലും ഇതിനെ മുഴുവൻ ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചേർത്ത് വെച്ചിട്ടുണ്ട്. സാത്വികം, താമസം, രാജസം, ഇത് മൂന്നും ചേർന്നതാണെന്ത് ഈ കാണുന്ന പ്രപഞ്ചം. ഭഗവാൻ തന്നെ ഈ 3 രൂപങ്ങളിലും ആവിർഭവിച്ചു. അതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ഭാവങ്ങൾ. സാത്വികമായിട്ടൊരാള്, രാജസമായിട്ടൊരാള്, താമസ ഭാവത്തിലൊരാൾ. 3 കൃഷ്ണ ശരണം മേധവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം മനപുരേശ രാധാ ശരണം മേധവ ചരണയുഗം ശരണം മേധവ ചരണയുഗം ശരണം മേധവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും ഉച്ചയ്ക്കുള്ള ആൾക്കാരൊക്കെ വൈകുന്നേരം ഇവിടെ ഉണ്ടാവണോ? വീട്ടിൽ പോയാലും തിരിച്ചു കിടന്ന് വരണം. വൈകുന്നേരം ഇവിടുന്ന് വഴി മറക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ എനിക്ക് പ്രസാദം വാങ്ങാൻ വരിയായിട്ട് വരാം. പ്രസാദം വാങ്ങുക. അർച്ചനയ്ക്ക് സമർപ്പിച്ചത് അതിന് കഴിക്ക് പ്രധാനമായിട്ടുള്ളത് ആ നിവേദ്യവും എല്ലാവരും സമർപ്പിക്കുക. ഇന്നലെ ഒറ്റയപ്പം എന്ന് പറഞ്ഞ് കഷ്ടിച്ച ആകെ കുറച്ച് ആൾക്കാരൊക്കെ സമർപ്പിക്കലുണ്ടായി. ഈ പറയുന്നത് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാൻ അങ്ങനെ വെറുതെ ഇരുന്ന് പറയാൻ വിചാരിക്കരുത്. അങ്ങനെ വെച്ചാൽ നാളെ മുതൽ വർത്താനം പറയലുണ്ടാവില്ല, പ്രഭാഷണം ഉണ്ടാവില്ല. അപ്പോ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമർപ്പണങ്ങൾ കൂടി ചെയ്യണം. അപ്പോ വരാഹാമൂർത്തിക്കുള്ളത് ഇന്നലെ ചിലരൊക്കെ ചെയ്തു. ഇന്ന് ഭദ്രകാളി അവതാരമാണ്. ഇപ്പൊ കഠിന പായസ നിവേദ്യം എല്ലാവരും സമർപ്പിക്കുക. അതുപോലെ കുങ്കുമാർച്ചന അതും എല്ലാവരും സമർപ്പിക്കേണ്ടതാണ്. വൈകുന്നേരം ആ പ്രസാദങ്ങളൊക്കെ നിങ്ങൾക്ക് യജ്ഞവേദിയിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ്. വെറുതെ വന്ന് കേട്ടുപോകാന്നുള്ളതല്ല, സമർപ്പണങ്ങൾ ചെയ്ത് ആ സമർപ്പണങ്ങളെ കൂടി സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും യജ്ഞവേദിയിൽ ഇരിക്കാനും കേൾക്കാനും പോകാനൊക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യജ്ഞം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കല് മാത്രമാവില്ല, സമർപ്പണം കൂടി അതിലുണ്ട്. ഓരോ സമർപ്പണങ്ങളിലൂടെയും നമുക്ക് അതിന്റെ പ്രസാദങ്ങളെ സ്വീകരിക്കാം. കുങ്കുമാർച്ചന സമർപ്പിക്കുക, കടുംപായസ നിവേദ്യം സമർപ്പിക്കുക. ഊണ് കഴിക്കുന്നതിന് മുമ്പോ
ഊണ് കഴിച്ചതിന് ശേഷമോ ആ റെസീറ്റുകൾ എടുക്കാം. കുങ്കുമാർച്ചനയുടെ റെസീറ്റുകൾ ഒരുമിച്ച് വൈകുന്നേരം ഇവിടെ കൊണ്ടുവച്ചാൽ മതി. കടൽ പായസ നൈവേദ്യവും ഇപ്പോൾ റെസീറ്റാക്കി കഴിഞ്ഞാൽ എത്ര പായസം ഉണ്ടാക്കണം എന്ന് അറിയുള്ളൂ. അതുകൊണ്ട് ആ പായസം വൈകുന്നേരം ഇവിടുന്ന് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് റെസീറ്റ് എടുക്കേണ്ടതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. 2:30 ആരംഭിക്കും. വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യധോക്ഷജയ ഭ്രഷ്ടം പുനസ്തം വിദുരപ്രജക്രമേ വിദുരവാച ഏതേ പ്രജേതസോ നാമ കസ്യാപത്യാനി സുഹൃദ കസ്യാന്വവായേ പ്രഖ്യാത പുത്രവാസപ്രമാസുര മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തക്രിയായോഗ പരിചര്യാ വിധിർഹരേ സ്വധർമ്മശീലേ പുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷ യുജ്യമാനോ ഭക്തിമതാ നാരദൈനേരിതക്കില യാസ്താ ദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത്കഥാ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്യേനാ തഷ്ടമരസി മൈത്രേയോവാച
ധ്രുവസ്യ ചോൽക്കലപുത്രപ്യതരിപ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നയിച്ഛതധിരാജാസനം വിദു സജന്മനോപശാന്താത്മാ നിസ്സംഗസമദർശന ദദർശലോകേ വിദതം ആത്മാനം യോഗമാത്മനി ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാഗ്യമാനന്ദമനുസന്ധതം അവ്യവച്ഛിന്ന യോഗാഗ്നീതകർമ്മമലാശയ സ്വരൂപം അവരുന്ധാനോ നാത്മനോന്യം തദക്ഷത ജഡാന്ധപതിരോന്മത്തമൂകാകൃതിരതന്മതി ലക്ഷിത പ്രതിമാലാനാം പ്രശാന്താർച്ചിരിവാനല മത്വാതം ജഡമുന്മത്തം പുരവൃദ്ധാ സമന്ത്രിട വത്സരം ഭൂപതിം ചക്രോര്യവീയം സംഭ്രമേ സുതം സർവേഭ്യർവത്സരശ്രേഷ്ഠാ ഭാര്യ സൂദഷടാത്മജ പുഷ്പാർണം ദിഗ്മകേതും ജാകിഷമോജം വസുഞ്ജയം പുഷ്പാർണസ്യ പ്രഭാഭാര്യ ദോഷാചദ്വേ ബഭൂവദോ പ്രാതർമധ്യന്തിരം സായവിദിഹ്യാസൻ പ്രഭാസുധാഃ പ്രദോഷോ നിഷദോ വിഷ്ടായി ദോഷാസ്തുതാസ്ത്രയ വിഷ്ടസ്തുതം പുഷ്കരിണ്യാം സർവതേജസമാദദേ സചക്ഷുസ്തുതമാവൃത്യാം പത്ന്യാം അനുഭവാവഹ മനോരസൂതമഹിഷീവിരജാനഡുരാസുതാൻ പുരം പുരുസംത്രതം ദ്യുന്നം സത്യവന്തപ്രദം പ്രദം അഗ്നിഷ്ടോമതീരാത്രം പ്രദ്യുന്നം ശിബിമുന്മുഖം ഉന്മുഖോജനിയൽ പുത്രൻ പുഷ്കരിണ്യൻ ഷടുത്തമാൻ അംഗം സുമനസംഖ്യാതിംഗ്രതമം ഗിരസംഗയം സുനീതാംഗസ്യ പത്നി സുഷുവേവേന മുൽപണം യദ്ദൗശീല്യാത്സരാജർഷ്യർ നിർവിണ്ണോ നിരകൽപുരാ യമംഗശേപകുപിതാ വാഗ്വജ്ജരാമുണയക്കിര ഗദാസോസ്തസ്യ ഭൂയസ്തേമമം ദുർദക്ഷിണം കരം അരാജകേ തദാ ലോകേ ദസ്യുഭിः പീഡിതാ പ്രജാ ജാതോ നാരായണാംശേന പ്രഭുരാധ്യക്ഷിണീശ്വര വിദുര ഉവാച തസ്യ ശീലനിധേ സാധോർബ്രഹ്മണ്യസ്യ മഹാത്മന രാജ്ഞഃ കഥമഭുൽദുഷ്ടാ പ്രജാ യദ്വിമനായയോ കിം വാം ഭോവേന ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡമയോ യുജൻ ദണ്ഡവ്രതധരേ രാജ്ഞീ മുനയോ ധർമ്മഗോവിദാഃ നാവധ്യേയ പ്രജാപാല പ്രജാഭിരഘവാനഭി യദസൗ ലോകപാലാനാം വിഭർത്യോജസ്വതേജസാ ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ സുനീധാത്മജേഷ്ഠിതം ശ്രദ്ധദാനായ ഭഗതായ ത്വം പരാവരവിത്തമ മൈത്രേയോ വാച അംഗോശ്വമേധം രാജർഷിരാജഹാര മഹാക്രതും നാജഗ്മുർദേവതാ തസ്മിന്നാഹോദാ ബ്രഹ്മവാദിഭിः തമോജർവിസ്മിതാസ്തത്രായ യജമാനമധാത്വിജ ഹവീം ശിഹൂയമാനാനി നതൈ ഗൃഹ്ണന്തി ദേവതാഃ രാജൻ ഹവീം ശതുഷ്ടാനി ശ്രദ്ധയാ സാധിതാനി ദേ ഛന്ദാംസ്യയാദയാമാനി യോജിതാനി ധൃതവ്രതൈഃ നവിദാമേഹ ദേവാനാം ഹേളനം വയമണ്ണുഭി എന്ന ഗൃഹ്ണന്തി ഭാഗാൻ സ്വാൻ യേ ദേവാ കർമ്മസാക്ഷിണ മൈത്രേയോ വാച അംഗോദ്വിജവച ശ്രുത്വാ യജമാനസ്തു ദുർമരാഃ തൽപൃഷ്ടം യസൃജദ്വാജം സദസ്യാൻ സ്തദനജ്ഞയാ നാഗച്ഛന്ത്യാഹുതാ ദേവാൻ ഗൃഹ്ണന്തി ഗ്രഹാനിഹ സദസസ്പദയോ ബ്രൂദാഖിമവദ്യം മയാ കൃതം സദസസ്പദയോ ഉജോ നരദേവേഹ ഭവതോ നാഹം താവന്മനഃസ്ഥിതം അസ്തേകം പ്രാപ്തനമഘം യദിഹേ ദൃക്ത്വമപ്രജ തഥാ സാധേ ഭദ്രം ദയാത്മാനം സുപ്രജം നൃപ ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭോ തഥാ സ്വഭാവധേയാനി ഗ്രഹീഷ്യന്തി ദിവൗവസ യജ്ഞപുരുഷः സാക്ഷാദപത്യാനി ഹരിർവൃത താംസ്താൻ കാമാൻ ഹരിർദദ്യാൻ കാമേതേ ജന ആരാഭിരോദയ തഥൈവയേഷ തയഥാ പുംസാംബരോദയ ഇതി വ്യവസിത വിപ്രാസ്തസ്യ രാജ്ഞപ്രജാതയെ പുരോദാശം നിരപവൻഷിവിഷ്ടായ വിഷ്ണവേ തസ്മാൻ പുരുഷോത്തസ്ഥോ ഹേമമാല്യമലംബര ഹിരണ്യേന പാത്രേണ സിദ്ധമാദായ പായസം സവിപ്രാണമദോ രാജാ ഗൃഹീത്വാഞ്ജലിനോദനം അവക്രായ മുദായുഗത പ്രാതാത്പത്ന്യാ ഉദാരതീഃ സാതൽപം സവനം രാജ്ഞീ പ്രാശ്വൈ പത്യുരാഗതേ ഗർഭം കാലോപാവൃത്തെ കുമാരം സുഷുവേ പ്രജാ സബാരേവ പുരുഷോ മാതാമഹമനുവ്രത അധർമാംശോദ്ഭവം മൃത്യും തേനാ ഭവതഭാമിക സശരാസരമുദ്യമ്യം മൃഗയോർവനഗോചര ഹന്യസാകുർമൃഗാന്തീനം വേണോസാമിത്യരോചന ആക്രീഡേ ക്രീഡതോ ബാലൻ വയസ്യാനധികാരുണ പ്രസക്യ നിരനുക്രോശ പശുമാനമമുണയ തം വിചക്ഷ്യാഖലം പുത്രം ശാസനീർവിവിധൈർനൃപ യഥാ ശാസികും ഗൽപോ ഭൃശമാസി സുദുർമന പ്രായേണാഭ്യർച്ചിതോ ദേവോ യേ പ്രജാഗൃഹമേധിന കഥപത്യഭൃതം ദുഃഖം യേന വിന്ദന്തി ദുർധരം യദപാവീയസൈകീർത്തിരധർമ്മശ്ച മഹാൻവൃഢാം യതോ വിരോധഃ സർവേഷാം യഥാധിരനന്ദഃ കസ്തം പ്രജാപദേശം വൈമോഹബന്ധനമാത്മന പണ്ഡിതോ ബഹുമന്യേതാ യഥാർത്ഥാക്ലേശദാ ഗൃഹാഃ കഥപത്യം വരം മന്യേ സദപത്യാച്ഛുജാം പദാൽ നിർവിദ്യേത ഗൃഹാന്മർത്യോ യൽക്ലേശതി മഹാഗൃഹാഃ ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിഷേധ ഉത്ഥായ മഹോദയോദയ
അലബ്ധനിദ്രോനുപലക്ഷിതോ നൃഭിർഹിത്വാഗതോ വേന സുവന്തസുപ്താം വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാഃ പുരോഹിതാമാത്യസുഹൃൽഗണാദയ വിജിക്യുരുർവ്യാമതിശോകകാതരായ ധാനിഗൂഢം പുരുഷം തു യോഗിന അലക്ഷയം ലപദവീം പ്രജാപതേർഹദോദ്യമാവൃത്യുപസർപ്യതേ പുരി ഋഷീൻ സമേതാനഭിവന്ദ്യ സാശ്രവോന്യവേദയൻ പൗരവ ഭദ്രവിപ്ലവം ഹരിം തത്സലിനി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംവിധായ ചതുർത്ഥസ്കന്ധേ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോപ്തര്യാസദിവൈന്ദ്രീണാം പശ്യന്ത പശുസാമ്യത വീരമാതരമാഭൂയ സുനീതം ബ്രഹ്മവാദിന പ്രകൃത്യ സമ്പദം വേനം അഭിഷിഞ്ചൻപതിം ഭുവ ശ്രുത്വാ നൃപാസനഗതം വേനം അത്യുഗ്രശാസനം നിരുയുർദസ്യ സദ്യ സർപ്പത്രസ്ഥായി വാഘവ സാരൂഢ നൃപസ്ഥാനോന്നദ്ധോഷ്ടവിഭൂതിഭി അവമേനേ മഹാഭാഗാൻ സ്തബ്ധസംഭാവിതസ്തുത ഏവം മദന്ധൗലസികൃതോ നിരങ്കുശൈവദ്യുവ പര്യടങ്കതമാസ്ഥായ കമ്പയന്യവരോദസി നഷ്ടവ്യം നദാതവ്യം നബോധവ്യം വിചാക്വജിൽ ഇതിന്യവാര്യ ധർമ്മം വേരിഘോഷേണ സർവശ വേനസ്യാവേക്ഷമുനയോ ദുർവൃത്തസ്യ വിജേഷ്ഠിതം വിമൃശലോകവ്യസനഗ്രഹയോജസ്മസത്രിണ അഹോ ഭേദപ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യഭേദോദീപ്തൈവ തസ്കരപാലയോഃ അരാജകഭയാദേശകൃതോ രാജാതദർഗണ തതോപ്യാസിൽ ഭയം തുദ്യ കഥം സ്യാൽ സ്വസ്തിദൈഹിനം അഹേരിവ ഭയപോഷപോഷകസ്യാപ്യനർത്ഥഫൽ വേന പ്രകൃതീവ ഖരസുനീധാ ഗർഭസംഭവ നിരൂപിത പ്രജാപാല സജിഘാംസതി വൈ പ്രജാഃ തഥാപി സാന്ത്വേ മാസ്മാം സ്ഥൽപാദകം സ്പൃശൽ തദ്വദ്ഭിരസൽവൃത്തോ വേനോസ്മാഭികൃതോ നൃപ സാന്ധ്യതോ യതിനോ വാചം ന ഗ്രഹീഷ്യത്യധർമ്മകല ലോകധിക്കാര സന്ദഗ്ധം ദഹിഷ്യാമ സ്വതേജസാ ഏവമധ്യവസായേനം മുനയോ ഗൂഢമന്യവ ഉപവ്രജ്യാബ്രുവൻ വേനം സാന്തയിത്വാ ച സാമഭി മുനയോ ജോ നൃപവർയ നിബോധൈതദ്യത്തെ വിജ്ഞാപയാമഭോ ആയുശ്രീ ഗുരുകീർത്തിനാം തപതാദപിവർദ്ധനം ധർമാചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യമസംഗിരാം സദൈവ വിനശേദ്വീര പ്രജാനാം ക്ഷേമരക്ഷണ യസ്മിൻ വിനഷ്ടൈന്ദ്രപതിരശ്വര്യാദപരോഹതി രാജന്ന സാധ്വമാത്യേഭ്യശ്ചോരാദിഭ്യ പ്രജാനൃപ രക്ഷൻ യഥാ ബലിം ഗൃഹ്ണന്യഹ പ്രേത്യ ച മോദത് യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷ യുജ്യതേ സ്വേന ധർമ്മേണ ജനൈർവർണ്ണാശ്രമാന്വിതൈഃ തസ്യ രാജ്ഞോ മഹാഭാഗ ഭഗവാൻ ഭൂതഭാവന പരിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനെ തസ്മിൻ സ്തുഷ്ടൈ കിമപ്രാപ്യം ജഗദാമീശ്വരേശ്വരൻ ലോകാസബാലാഹ്യേ തസ്മൈ ഹരന്തി ബലിമാദൃതാ തം സർവലോകാമരയജ്ഞസംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞൈർവിചിത്രൈർയജതോ ഭവായുധേ രാജൻ സ്വദേശാനനുരോധുമർഹസി യജ്ഞേന യുഷ്മദ്വിഷയേ ദ്വിജാതിഭിർവിദായമാനേന സുരാ കലാഹരേ സ്വിഷ്ട സുദുഷ്ട പ്രതിശന്തി വാഞ്ചിതം ദബ്ധേർനം നാർഹസി വീരചിഷ്ടിതും വേന ഉവാച ബാലിശാപദയൂയം വാ ധർമ്മേ ധർമ്മമാനിന യേ വൃത്തിദമ്പതിം ഹിത്വാചാരം പതിമുപാസതേ അവജാനന്ത്യ വിമൂഢാ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രമിഹ ലോകേ പരത്രജ കോ യജ്ഞപുരുഷോ നാമ യത്ര വോ ഭക്തിരീദൃശേ ഭർത്തൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശൈന്ദ്രോ ആയുര്യമോരവി पर्जन्योधनदसोमक्षितिरग्निरपाम्बदि एते चन्ये च विबुधा प्रभवो वरशापयोः देहे भवन्ति नृपदे सर्वदेवमयो नृप तस्मान् मां कर्मभिर्विप्राय जध्वङ्गदमत्सराः बलिं च मह्यं हरदामत्त्वन्यकोग्रभुः पुमान् मैत्रेयो वाच इत्थं विपर्यै मदिपापीयानुल्पदं गदा अनुनीयमानस्तद्याच्यां न चक्रे भ्रष्टमङ्गल इति सल्कृदास्तेन द्विजा पण्डितमानिना भग्नायां भव्ययाच्यां तस्मै विदुरचुकृतो अन्यदामेषा पापप्रकृतिदारुण जीवन जगदसावाशु कुरुदे भस्मसद्ध्रुव नायमर्हत्य सद्वृत्तो नरदेववरासनं योधियज्ञपतिं विष्णुं विनिन्दत्यनपत्रभ को वैनं बलिचक्षितमेनमेकमृदे शुभं प्राप्तईदृशमैश्वर्यं यदनुग्रहभाजन इत्थं व्यवसिदा हन्तुं ऋषयो रूढमन्यव निजघ्नुरुहुं हृदयर्वेनं हतमच्युतन्दया ऋषभिः स्वाश्रमपदं गदय पुत्रकलयपरं सुनीतापा
സമാലയാമാസ വിദ്യായോഗേന ശോചതി ഏകദാ മുനിയസ്തേതോ സരൽസ്വസലിലപ്ലുതാഗ്നി സൽക്കഥാം ചക്രോ ഉപവിഷ്ടാ സരിത്തടേ വീക്ഷ്യോത്ഥിതന്മഹോൽപാദാനാഹുർലോകഭയങ്കര അപ്യഭദ്രമനാധായ ദസ്യുഭ്യോ ന ഭവേൽഭുവ ഏവം വൃഷന്തർഷയോ ധാവതാം സർവതോ ദിശം പാംസു സമുഖ്യതോ ഭൂരിശ്രോരാണാമഭിലുംബത തദുപദ്രവമാജ്ഞായ രോഗസ്യ വസുലുംബത ഭർത്തര്യുപരതേ തസ്മിന്നന്യോന്യം ച ജിഘാം സദാം ചോരപ്രായം ജനപദം ഹീന സത്വമരാജകം ലോകന്നാവാരേ ശക്താപി തദ്ദോഷദർശിന ബ്രാഹ്മണ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷക സ്രവതേ ബ്രഹ്മദസ്യ വിഭിന്നഭാണ്ഡാൽപയോ യഥാ നാംഗസ്യ വംശോ രാജർഷേരേഷ സംസ്ഥാതു മരുഗതി അമോഘവീര്യാ ഹി നൃപാവംശേസ്മിൻ കേശവാശ്രയാ വിനിശ്ചിത്യൈവ വൃഷയോ വിപന്നസ്യ മഹീപതേ മമന്തുരൂ महदां खिल विप्रक्ष्य उत्तम श्लोकपादयो छायानुर्वदचित्कानां कुरुन्दे स्पृहामपि संशयोऽयं महान् ब्रह्मन् धारावारसुधाकृषो सक्तस्य अखिलसिद्ध्यभूलक्ष्मे च मदरच्युताम् श्रीशुभोवाच भागवतं भगवतोत्तमश्लोकस्य श्रीमच्छरणारविन्दमकरन्दरसमावेशितजयरसो भागवतपरमहंसदैककथा किञ्चिदन्तरायगतं स्वां शिवतमहां पदवीं प्रायेण हिन्वन्ति गिरिहिमामहराजन् स राजपुत्र प्रियंवरद परमभागवतो महारथस्य धर्मोपसेवया दशा भगवतपरमार्थसतत्वोर्मस्त्रेण दीक्षिष्यमाण आत्मनिद्रपरिपालनाय अन्नादप्रवरगुणगणे एकान्तभाजनतया स्वपुत्रो वामनृतो भगवति वासुदेव एव अप्यवधानसमाधियोगेन समावेशद सकलकारकक्रियापरालाभो नैव अभ्यनन्दल् यद्यपि तदप्रत्याम्नादव्यं तदधिकरणात्मनोऽन्यस्मात् असुतोऽपि पराभोगन्वीक्षमाणाम् अतः भगवान् आदिदेव यदस्य गुणविसर्गस्य परिब्रह्मण अनुध्यानं व्यवसत सकल जगदभिप्राय आत्मयोनि अखिल निगम निजगुणपरिवेष्टित स्वभवनाल् अवतार स्वतन्त्र भगवनदर उदरिभ विमान अवलिभि अनुपदम् अमरपरिमठे अभिपूज्यमान पथि च वरुणसिद्धगन्धर्व शब्दचारणमुनिणैः उपगीयमान उगन्धमान द्रोणीम् अवभासयन् उपसमर्पः तद्ग्रहवायेन देवर्षिहंसयानेन पितरं भगवन्नभिरण्यगर्भम् उपलभमान सहदैवोक्तालघनेन सहवितात्मनभ्याम् अवगतार्थरूपदस्ते भगवानपि भारत तदुपनीतारणसूक्तया सुखतमाकेनातरामदभ्रमणावतारसुजय प्रियमृतमातृषस्तम् सदैव सह वलभूतिभववाच श्रीभगवानुवाच निबोधनादेतपदं ब्रवीमि मासूयितं देवमर्हस्य प्रमेयं वयं भवस्ते तदेशमहर्षि वदाम सर्वे वशा यस्य दिष्टं तदस्य कश्चित् तपसा विद्यया वा योगवीर्येण मनीषया वा वैवार्थधर्मे वरदस्सुतो वा कुतं गन्तुं तनुभविभूयः भवाय नाशाय च कर्मकर्तुं शोभाय मोहाय सदा भयाय सुखाय दुःखाय च देहे योगम् अव्यक्तदिष्टं जनतां ददते यद्वा च द्वन्द्यां गुणकर्मधामपि सुस्तरैर्वत्सवयं सुयोजिता सर्वे वहामो बलिमीश्वराय प्रोदामसीवद्विपदे चतुष्पद ईशाभिसृष्टं ह्यवरुन्महेन्द्र दुःखं सुखं वा गुणकर्मसङ्गाल् आस्थाय तत्तल् यदयुक्तनाथ चक्षुष्मदान्धाय नीयमानाः मुक्तो पितावल् बिभ्र्याल् सुदेहमारब्धमश्नन् अभिमानशून्य यथानुभूतं प्रतियातु तद्र किं धन्यदेहाय गुणान्नवृते भयं प्रमत्तस्य मनीश्वरस्याल् तदा सहस्ते सहषत्सवत्न जयेन्द्रियस्य आत्मरदेवतस्याध्याश्रम किं न करोत्यवद्भिम् यः षट्सपत्नानि विचिकीर्षमाणो गृहेषु निर्विश्य यथेतपूर्वम् अतीतदुर्गाश्रदौर्जिताभिः क्षीणेन शुकां व्यतिरेत विभश्री त्वं अब्जदाभाङ्घ्रिसरोजकोशदुर्गाश्रितो निर्जदक्षसरत्न मुमुक्षुयः भोगान् पुरुषादिष्टान् विमुक्तसङ्गः प्रकृतिं भजस्व श्रीश्ववाच इति समभूतो महाभागवतो भगवता रघुवरगुरुण शासनमग्नलोलभुतया अवन्दशिरोधरो माणवति सर्वहुमानः भगवानभिमन्नाथावल् बहुल्पितावजते प्रियम्वरदाहृदयो आवीक्षामभिसमीक्षमाणयो आत्मसमवस्थान अवाङ्मनसं क्षेमं प्रवर्तयन्नगमल् मनुरवि परेण इमं प्रतिसन्धितमनोरथस्वरर्षिणानुपदेन आत्मजम् अखिलधराम्बलस्थिति उत्तयास्थाप्य स्वयम् अतिविषमविषयविषजनाशयाशाय उपदधाम इति भवाव स जगदीपतिः ईश्वरेच्छया अधिनिवेशितकर्माधिकारः
അഖില ജഗൽബന്ധത്വം ജനപ്രധാനുഭാവസ്ഭാവേന പരിഗണിച്ചത് കഷായ ആശയാവതാനോപി മാനവർദ്ധനമഹതാം മഹീതലം മനുഷ്യാസ വിശ്വകർമ്മണ ഉപേമേ ആത്മസമാനശീല ഗുണകർമ്മരൂപ വീര്യോദാരാം ദശഭാവയാം ബഹുകന്യാം ച നിരീയസേ ഊർജ്ജസുധീം നാമ ആത്മേഭ്യ യജ്ഞജിത്വ യജ്ഞമാഹു മഹാവീര ഹിരണ്യേതോ ഹൃദപൃഷ്ട സവനമേധാദി വേദിഹോത്രകവയ ഇതി ഏവ സർവൈവ അഗ്നിനാമാനഃ ഏതേഷാം കവല മഹാവീര സവനയുക്തയ ആസൻ ഊർധ്വരേതസ ആത്മവിദ്യായാം അർദ്ധഭാവാകാരപ്രകൃതവിജയാഃ പാരമഹംസമേവാശ്രമം അഭജൻ തസ്മിന്നു ഹവാമുഷമശീലാപരമഷിയ സകലജീവനിധാനയാമാസസ്യ ഭഗവതോ വാസുദേവസ്യ വിധാനാം ശരണഭൂതസ്യ ശ്രീമത്ശ്രീനാരവിന്ദ പരമഭക്തിയുഗാനുഭാവേന പരിഭാവിനാന്തർഹൃദയാഹൃദയ ഭഗവത് സർവേഷാമാത്മഭൂതേ ഭൂതാനാമാത്മഭൂതേ പ്രത്യഗാത്മന്യേവാത്മനസ്താദാത്മീ അവിശേഷണ സംയോ അന്യസ്യാമപി ജായായാന്തരേ പുത്രഃ സനുത്തമസ്താം സൂരേകൃതൈ മന്വന്തരാധിപതയാത്മേവം വശമാഹേഷു സ്വധനേഷു കാഞ്ജുദേവേ ജഗതേ മർമ്മദാന്യേകാദശപരിവത്സരാണാം അജ്ഞാഹതാഖില പുരുഷകാല സാരസംപ്രത ദോക്തണ്ഡയുള്ള ആപീഡിത മഹുവീഗുണ സ്ഥൈത വിരമത ധർമ്മപ്രതിപക്ഷോ ബലിഷ്മത്യാശ്ചാനുപദം ബലിഷ്മത്യാശ്ചാനുദനം ഏതമാന പ്രമോദ പരസരണയോ ശിവക്രീഡാ പ്രമുചിതഃ സാവലോകനജലക്ഷുല്യാദിഭി പരാഭൂയമാനം വിവേകൈവ അനവബുദ്ധ്യമാനൈവ മഹാമന ഭൂജേയേ അവൽ അവഭാസേവി സൂര്യഗ്രീവവിക്രാമൻ ഭഗവാനാദിത്യോ വസുധാകലഭക്തേന പ്രദവതി അർത്ഥേന ആവച്ഛാദതി തദാഹി ഭാഗവതുപാസനോപചിതാദിപുരുഷപ്രഭാവസ്ഥൽ അനാഭിനന്ദൻ സമജവേന ഗതേന ജ്യോതിർമയേന രജനീമപി ദിഹങ്കരിഷ്യാമിതി സപ്തരത്വ താരണിമനിപര്യക്രാമൃതേവ ഭുഗന്ധഃ ഏവ ഊഹ തദ്രഥചരണേകവരിധാതാസ്തേ സപ്തസന്ധവ ആസംഗിത ഏവ സപ്തഭുവോ ദ്വൈവ ജംബൂപലക്ഷശാൽമലിഭുഷക്രൗഞ്ച ശാഖപുഷ്പനജ്ഞാസ്തേഷാം പരിമാണം പൂർവസ്മാത് തരുക്തിരോഗാസംഖ്യം വിഗണമാനേന ബഹിസ്സമന്തത ഭക്താഃ ക്ഷാരോദ സ്വരോദ മൃദോദ ക്ഷീരോദ ദധിമണ്ഡോദ ശുദ്ധോദ സപ്തജലധേ സപ്തദീപവിഹായി വാഭ്യന്തരദീപസമാന ഏകൈകശ്ചേന യഥാനുപൂർവം സപ്തസ്വലേഭിർദ്വീപേഷു പൃഥക്പരിതോഭിർപ്രദാസ്തേഷു ജന്തുവാദിഷു ഗരീഷ്മദീപതിഃ അനുപ്രദാന ആപുജാന അഗ്നിപ്രയുക്തയജ്ഞമാഹു േദോപൃഷ്ട മേധാതിരിക്തമോക്തസംജ്ഞാൻ യഥാസംഗീതനൈകൈകസ്മിന്നേകമേവാധിപതിം വിദധേ ദുഃഖദം ജോർജസുദിനാം വശരസേ പ്രാച്ഛിവ്യസ്യാമാസീദേവയാനി നാമകാർമ്മിസുത ഹരിബന്ധ പുരുഷകാരവൃക്രമസ്യ പുംസാം ത്വദഗ്നിരജസാ ജിതശത്രുമാന ചിത്രം വിദൂരവിഹിതസംഗാമതീന എന്നാമധേയമന സജപാദിബന്ധം സയേവം അപരിമിതബലവനാക്രമേകതാം ദേവരക്ഷചരണ ആനുശയന ആനുബന്ധ ഗുണവിസർഗ സംസർഗേണ ആമനവർദ്ധനമാത്മാനം മന്യമാന ആത്മനിർവേദമാഹ അഹോ അസാധ്യനിഷ്ഠിതമിത ഹരിവേശദോഹമിന്ദ്രിയൈ അവിദ്യാരചിത വിഷമ വിഷയാന്ധഗോപേ തദലമനുഷ്യ വനിതായ വിനോദൃണം മാം ധിഗ്ഭീതിരഹയാഞ്ജകാര പരദേവതാ പ്രസാദാധികതാത്മപ്രത്യവമർശനേനാനുപ്രവൃത്തേഭ്യ പുത്രേഭ്യമാം യഥാദായ സഹ മഹാവിഭൂതിമംഹായ സ്വയം നിഹതനിർവേദോ ഹൃദിഹീരഹരിഹാരാനുഭാവോ ഭഗവതോ നാരദസ്യ പദവി പുനരേവാനുസുതാര തസ്യമായേശോകാഃ പ്രിയമൃതകൃതം കർമാത്മകുര്യമേശ്വരം യോ നിർണേരഗ്രോച്ഛായാം സപ്തവാരതി ഭോ സംസ്ഥാനം ഗുരുന്യേന സർഗിരിവനാമതി സീമാചാഭൂതനിർവൃത്തി ദ്വീപേ ദ്വീപേ വിഭാഗശ ഭൗമം ദിവ്യം മാനുഷം ജമഹിത്വം കർമ്മയോഗനം യശക്രേണയോഗ്യം പുരുഷാനപ്രിയപ്രി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമേ പ്രിയമൃത വിജയപ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ശ്രീ ശുഭവാച ഏവം വിദുര സംപ്രവൃത്തേ ധനുശാസനേ വർത്തമാനഃ വിഗ്രോജർഭൂത്വയോ സത്പരപ്രജാ ഔരസവദ്ധർമാവേക്ഷമാണ് പ്രജഗോപായ സജകതാചിത് പിതൃലോകനാമഃ സ്വരവരഗാത്രീണാചരദ്രോണ്യാം ഭഗവന്തം വിശ്വജാമതി മാഭൃതരജന്യോപകരണ ആത്മേകാഗ്രീണ തപസ്യാരാധയാം ബഭൂവ തദുപലഭ്യാ ഭഗവാൻ അംഗുരുഷസ്മൃതികാഹിന്ദീം പൂർവചിത്തിം നാമ അപ്സരസം അഭിയാമയാമാസ സഹജ ഉദാശ്രമോ ഗുണം അതിരമണീയം വിവിധ നിപിഡ വിടപ വിടപ നികര സംശ്ലിഷ്ട പുരാടധാനുടസ്ഥലവിഹംഗമധനൈ പ്രോച്യമാനുഷൈ പ്രതിബുദ്ധ്യമാന സലീലകുകുടകാരണവകടഹംസാഭിः വിചിത്രം ഉപകൂജിത അമലജലാശയകമലാമലഭൂവഭ്രാമ
तस्याः सुललितगमनपथविन्यासगतिविलासायाश्चार्पदं खडघ्नायमानऋजुरचरणाभरणस्वरूपावृण्य नरदेवकुमारः समाधियोगेन आमीरितुमहेननमिलकुलयुगलमीशल विकजैरविचष्ट कामेवाविदुरे मधुरीमिव सुमनसो विजिघ्नेन्द्रियमनुजमनोनयनाप्रातुधैः गतिविघातक्रीडाविनयावलोकस्वराक्षरामेवमनसिंहान्तुमानुजस्य वेदर्थदीन्वरं निजमुखनिमृतामृता सर्वसभाषण हासभाषणामोद मदान्धमधुरनिरोधेन द्रुतपदविन्यासेन वल्कुस्पन्दनस्तनगदशकभरभारदशनां देवीं तदवलोकनेन तदवलोकनेन विभुतावसरस्य भगवतो मकरद्वजस्य वशं वनीतो जलवन्दिभोवाच कात्वं जिगीर्षसि च किं निवर्य शैले मायासगापि भगवल्पदेवताय विज्ये विवक्षितमुषे सुखदात्मनोऽर्थे किं मामृद मृते से विपणे प्रमत्तान् बाणाविमो भगवदशतवत्रवक्रो शान्तावभुङ्गर्जिडौ अतिदिग्मदन्तौ कस्मै हुंक्षसवने विचरन्नविद्म क्षेमाय नो जलधियां तव विक्रमोऽस्तु शिष्याय मे भगवदः पठन्ति गायन्ति साम सरहस्यम् अजस्रमीशं युष्मच्छिखाविरोधा स्वनोदृष्टिः सर्वे भजन्ति ऋषिगणाः इव वेदशाखाः वाचं परं शरणमञ्जरतिरीणां ब्रह्मन् अरूपं घनां श्रवामदुभ्यं वृत्ता कथं मृदुरङ्गविडङ्गमम्बेयस्यावनादन्ति कुजवल्कलम्बे किं संहृदं विजनयो विजाशङ्कयोस्ते मध्ये वशोहसि यत्र विशिष्यनामे पाङ्गोर्णसुरभिरात्मविषाण यदृज्ञेनाश्रमं सुभग मे सुरभिकरोषि लोकं मृदुनिशया सुहृत्तमदापकं मे यत्रत्य विद्धमृसादेवा पपूर्वो असुनविधस्यावनौज्ञेनो विभक्ति बहुकल्पतं सरसराससुधा विभक्तरे कामात्मवृत्तिराजनाभविरङ्ग वापि विष्णोः कलाश्रवशोन्मकरौजवर्णौ उद्विग्नविहेगुणञ्जमन्ति शोचिरासन्नभृङ्गनिखिलं सरैर्मुखं ते योऽसोत्मया करसरोजहरत्पन् पदं गोदिक्षुभ्रमन् भवदे चेक्षिणी मे मुक्तं वदे स्मरसि वक्रजनामरूपं कष्टोलिनो हरलम्बडे निषमीलीं रूपं तपोध्ना अपश्चरदां बहुग्रं हेतुत्वकेतवसां भवतोपलब्धम् शर्तुं तपोधसमया सह मित्रमख्यं किंवा प्रसीदति सवैः भवभावनो मे नत्वां द्विजामदैवं द्विजदेवदत्तं यस्मिन् मनो दृगपि नोनं यादिलग्नं मां चारुशृङ्गरहसवेदमहं मृदन्ते चित्तं यदा प्रतिसरन्तु शिवा सचिव्यः श्रीशुकवाच इति ललनादयादिविशार्दो ग्रामं वैदग्धया परिभाषया तां बुधमधु विबुधमति अतिसभाजयामास सः च ततस्तस्य वीरयोधपदे बुद्धिशीलरूपवे श्रीयोगार्येण दगाक्षिप्तमनास्तेन सहायुधायुधवत्स परिवत्सरोपलक्षणं काल जम्बूद्वीपवदनाभो स्वर्गभोगान् बुभुजे तस्य अमघोरापुजांस राजवरामेभ्यो नाभिपुरुष हरिवर्ष इलावतरम्यके हिरण्यकुटि भद्राश्रयुक्तमानसज्ञान् नवपुत्रार्जने सा सुत्वाद सुदान् नमानवत्सरं गृहत्यमाभाय पूर्वचित्तिर्भुगे राजन्देवपदस्ते आत्मीर्थसुनास्ते माधुरन्घ्रात् औत्पत्तिकेनैव संहनरलोपेगाः पित्रा विभक्ता मुदल्यदामानि यथाभागं जम्बूद्वीपरषाण्वजु आत्मीर्थो राजातत्तकामानाम् अप्सरसमेव आर्जनम् अतिमन्यमानः तस्याः सरोगदां श्रुतिफलमानन्दयक्रमभिरोमानयन्ते संवरेन्द्रि नवभ्रातुरो मेरुधुग्रः मेरुदेवी प्रतिरूपाम् उग्रदंष्ट्रीं लतां रम्यां श्यामां नारीं भद्रां देववीतिमिति संज्ञानमोदवहन्ति श्रीमद्भागवते महापुराणे पञ्चमे आत्मीयवर्णनं नाम द्वितीयोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द सर्वत्र गोविन्दनाम संकीर्तनं भगवाന്റെ വൃഷഭാവതാരത്തെ അടുത്ത അധ്യായത്തിൽ उवाच अथ तस्मात् परतस्त्रयोदशलक्षयोजनान्तरतो यद्विष्णोः परमं पदम् अभिवदन्ति यत्र महाभागवतो ध्रुव अवतारवादी अग्निनिन्द्रेण प्रजापतिना कश्यपेन धर्मेण च समकालयुक्तिः स्वकुमानं दक्षिणतः क्रियमाण इदानीमपि कल्पजीविनाम् आजीव्योपास्ते तस्यैकानुभावः उपवर्णितः स हि सर्वेषां ज्योतिर्गणानां ग्रहनक्षत्रादीनाम् अनिमेषेणाभ्यन्तरं रसा भगवता कालेन भ्राम्यमाणानां स्थाणुरिव अवष्टम्भकीश्वरेण विहितः शश्वतमभासते यथा मेढीस्तम्भा आक्रमणवशमः संयोजिता स्त्रिभिः सवनैः यथास्थानं मण्डलानि चरन्ति
एवं भगणाग्रहादय